നിന്നപ്പോൾ ഒരു യാത്ര പോകണമെന്നുള്ളൊരു പ്ലാനിങ് കിട്ടും. ആ ഒരു പ്ലാനിങ്ങിൻ്റെ അവസാനം വർക്കലയിലോട്ട് തന്നെ പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വർക്കല ക്ലിഫിലേക്കുള്ള യാത്രയായിരുന്നു, അതോ കഴിപ്പിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു യാത്രയായിരുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഡൗട്ട് തോന്നിയിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും രണ്ടും കളിപ്പിച്ച് വർക്കല ക്ലിഫിൽ ചെന്നു. ഒടുക്കത്തെ വെയിലായതോടി കൊണ്ട് തന്നെ പിന്നെ പറയണ്ടല്ലോ, ക്ലിഫിൽ ചെല്ലാൻ പറ്റിയ സമയമായിരുന്നു 11 മണി എന്ന് പറഞ്ഞ ടൈം. ക്ലിഫിൽ ചെന്ന പാടെ ഒരു ജ്യൂസ് കുടിക്കാമെന്ന് കരുതി അവിടെ ചെന്നപ്പോഴാണ്ട് ഒരു പട്ടി സാർ കിടക്കുന്നുള്ളത്. വീട്ടിലൊരു ഡോഗ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഈ നാട്ടിലെ പട്ടികളെ കാണുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തില്ലെങ്കിൽ സമാധാനം കിട്ടൂല. അങ്ങനെ അതിനുശേഷം ഒരു നല്ല പൈനാപ്പിൾ ജ്യൂസും ഓർഡർ ചെയ്ത് കഫേയുടെ മുമ്പിൽ കാത്തുനിൽപ്പിനൊടുവിൽ ജ്യൂസ് വന്നു. ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ദാണ്ടെ ബീച്ചിലേക്ക് ഇറങ്ങി. അവിടെ നിന്നപ്പോൾ ഇതാ ഒടുക്കത്തെ ആള്, പ്രത്യേകിച്ച് സൺഡേ കൂടി ഞാൻ പറയണ്ടല്ലോ, ആളുകളുടെ എണ്ണം കൂടുതലാണെന്ന് തന്നെ പറയാം. അങ്ങനെ ആ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ മാത്രമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ഈ വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര പേടിയാണ്. സത്യത്തിൽ ബീച്ചിലേക്ക് ഇറങ്ങും, പക്ഷേ ഒരുപാട് അങ്ങോട്ട് ചാടി ഇറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ കാലം നനയും, ഷൂ നനയും. പിന്നെ എന്തിനാണ് ഞാൻ ബീച്ച് വന്നത് ഞാൻ ആലോചിക്കുകയാണ്. പിന്നെ എന്തിന് ബീച്ച് വന്നു, ഒരു കാര്യം അത് ബീച്ച് വന്നു എനിക്ക് തോന്നിപ്പോയി. അപ്പോഴാണ് പിന്നീട് ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി. എവിടെ ചെന്നാലും ഐസ്ക്രീം എന്ന് പറഞ്ഞ സാധനം വിട്ടൊരു കളി എനിക്കില്ല. അങ്ങനെ അതിന് ശേഷം താണ്ടെ ലാസ്റ്റ് തന്നെ ഓറിയോ ടൈപ്പാന്ന് തോന്നുന്നു, ആ ഐസ്ക്രീമാണ് മേടിച്ചത്. അങ്ങനെ അത് ഞങ്ങൾ മേടിച്ചതിന് ശേഷം പിന്നെയും തന്നെ ലലല പാടി മേളിൽ കുറേ നേരം ഇങ്ങനെ റൗണ്ട് അടിച്ച് നടന്നു. ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരു യാത്ര എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ യാത്രയെ കരുതാം. അങ്ങനെ പിന്നെ അതിനുശേഷം ഞങ്ങൾ ജസ്റ്റ് വിഴിഞ്ഞത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് കരുതി. അങ്ങനെ വിഴിഞ്ഞത്തും ചെന്ന് ഒരു ഡേ ഫുള്ള് ഞങ്ങൾ എങ്ങനെ തീർക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അങ്ങനെ ഒരു ഡേ ഫുള്ള് ഞങ്ങൾ എങ്ങനെയൊക്കെയോ തീർത്തതിന് ശേഷം ലാസ്റ്റ് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു 3 പൊറോട്ടയും പിന്നെ ബീഫ് റോസ്റ്റും പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കടയുടെ വലിപ്പം കണ്ട് നമ്മൾ ഫുഡിനെ വിലയിരുത്തുന്നതെന്ന് പറഞ്ഞാൽ എത്രയോ ശരിയാണ്. നൈസ് ഫുഡായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പൊറോട്ടയും ബീഫും പിന്നെ നമുക്ക് ഓൾറെഡി കുറച്ച് വികാരം കൂടുതലുള്ള സാധനമായതുകൂടി കൊണ്ട് തന്നെ നല്ല ആസ്വദിച്ച് അതും കഴിച്ച് നേരെ തന്നെ വെളിയിലോട്ട് പോയി. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സീ യു.